ഇക്കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന ഒരു ദാരുണ സംഭവം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിച്ചുകൂട്ടിയ മഹാസമ്മേളനമാണ് അവിടെ നടന്നത്. അതിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മുഖ്യമന്ത്രി കാരണഭൂതനായിരുന്നു. കാരണഭൂതൻ ഏകദേശം 1 മണിക്കൂറിലധികം പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം അഭിവാദ്യം ചെയ്ത് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണഭൂതൻ പോയതിൻ്റെ പുറകെ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകളും എഴുന്നേറ്റ് പോയി. വേദിയിൽ അപ്പോഴും ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ക്ഷണിച്ചു കൊണ്ടുവന്ന കടക്കൽ അബ്ദുൾ അസീസ് മൗലവി അടക്കമുള്ള വന്യവയോധികരായ മതപണ്ഡിതന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPM-ലെയും CPI-ലെയും ഒക്കെ സമുന്നത നേതാക്കൾ വേറെയും. ഇവരെല്ലാവരും പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ കാരണഭൂതൻ പോയപ്പോൾ കേൾക്കാൻ വന്നവരും എഴുന്നേറ്റ് പോയി. അവിടെ കഷ്ടകാലത്തിന് ഏഷ്യാനെറ്റിൻ്റെയും മനോരമയുടെയും മറ്റ് ചാനലുകളുടെ ഒക്കെ ലേഖകന്മാരുണ്ടായിരുന്നു. മുഖ്യൻ്റെ പ്രസംഗം ആരും കാര്യമായിട്ട് ടെലിവിഷനിൽ കാണിച്ചില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ജനങ്ങൾ എഴുന്നേറ്റ് പോയതും ഈ കസേരകൾ കാലിയായി കിടക്കുന്നതും എല്ലാ ചാനലുകാരും ഒപ്പിയെടുത്ത് അപ്പോൾ തന്നെ ജനങ്ങളിലെത്തിച്ചു. അങ്ങനെ മുഖ്യൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ കേൾക്കാൻ ആരുമില്ലാതെ കസേരകൾ മാത്രമായി എന്ന രീതിയിൽ ഒരു നറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതുമാത്രമല്ല, അതിനേക്കാൾ സങ്കടമായിട്ട് എനിക്ക് തോന്നിയത് വന്യവയോധികനായ കടക്കൽ അബ്ദുൾ അസീസ് മൗലവി, അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, ചിന്തകനാണ്, ദാർശനികനാണ്, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് അഗാധമായ പരിജ്ഞാനമുള്ള ആളുമാണ്. പുള്ളി സങ്കടത്തോടെ പറയുന്നത് നമുക്ക് ടി വി കേൾക്കാൻ കഴിയും. ആ യൂട്യൂബിലുണ്ടായ വീഡിയോ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ സംശയമുള്ളവർക്ക് കണ്ടുപോകാം. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പകലന്തിയോളം നോമ്പ് പിടിച്ച് വളരെ ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് നേരം കൂടി ഇരുന്ന് ഇത് ക്ഷമയോടുകൂടി കേൾക്കണമെന്ന്. പക്ഷേ ഈ മൗലവിയുടെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ കേൾപ്പിക്കാരെ എല്ലാവരും എഴുന്നേറ്റ് പോയി. അതിന് രണ്ട് കാരണങ്ങൾ കൊണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ കാരണഭൂതൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടപ്പോഴത്തേക്കും കേൾവിക്കാർക്ക് വയറ് നിറഞ്ഞു. കാരണം ഇനിയിപ്പോൾ കൂടുതലായിട്ട് കേൾക്കാനൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത്രയും സമഗ്രവും സമ്പൂർണ്ണമായിരുന്നു. 1 മണിക്കൂറാണല്ലോ പുള്ളി പ്രസംഗിച്ചത്. ഇനി ഈ സമീപകാലത്തൊന്നും ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവരെല്ലാ സംശയങ്ങളും തീർന്നു, എല്ലാ പ്രയാസങ്ങളും തീർന്നു. ഇനി ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് ആയി കാണും. അതുകൊണ്ടായിരിക്കും അവർ എഴുന്നേറ്റ് പോയത്. അല്ലെങ്കിൽ രണ്ടാമത്തതാണ് കൂടുതൽ സാധ്യതയുള്ള കാര്യം എന്നെനിക്ക് തോന്നുന്നു. അതെന്താ വെച്ചാൽ, കാരണഭൂതൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകൾ അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ എല്ലാവരും തന്നെ CPM-കാരാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ CPM-കാർക്ക് പിന്നെ അങ്ങോട്ടുള്ള നടപടിയിൽ യാതൊരു താല്പര്യവുമില്ല. ഏതൊക്കെ മുസ്ലിയാക്കന്മാർ, ഏതൊക്കെ മൗലവിമാർ, അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ ഏതൊക്കെ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അതൊന്നും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയെ കാണിക്കാനും വേണ്ടി വന്നവരാണ് അവരിൽ അധികം പേരും. നമ്മുടെ ഭീമൻ രഘുവിനെ പോലെയൊക്കെയുള്ള ഭക്തന്മാരാണ് അവർ. അദ്ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ല താല്പര്യമുണ്ടോ? കാരണഭൂതൻ എഴുന്നേറ്റ് പോയി, ഞങ്ങൾ പോയി. ആപ്പ് ആയ ബഹാറായ എന്ന് പറഞ്ഞ പോലെ അങ്ങ് വന്നു, വസന്തവും വന്നു, അങ്ങ് പോയി, വസന്തവും പോയി. കാരണഭൂതൻ എഴുന്നേറ്റ് പോയി, സഖാക്കൾ എഴുന്നേറ്റ് പോയി. സഖാക്കളല്ലാത്ത ആരും തന്നെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നില്ല. ഈ കടക്കൽ അബ്ദുൾ അസീസ് മൗലവിക്കും മറ്റ് മതപണ്ഡിതന്മാർക്കും ചെയ്യാവുന്നൊരു കാര്യം, ഇനി മേലിൽ ചെയ്യാവുന്നത്, ഇതുപോലുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ ഇവരുടെ പ്രസംഗം കേൾക്കാനും കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകും. അവരുടെ പ്രസംഗം കഴിയുമ്പോൾ ഈ വന്ന ആരാധകരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ പ്രശ്നം തീരും. അങ്ങനെ 2 തവണ മീറ്റിങ്ങിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആളുകളെല്ലാവരും തന്നെ ഈ മീറ്റിംഗ് തീരുന്നവരെ ഇരിക്കാൻ സൗമനസ്യം കാണിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ മൗലവിയെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്തതല്ല. പിന്നെ കാരണഭൂതൻ അവിടെ കുറേ നേരം കൂടി ഇരിക്കുകയും അണികളോട് നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിയുന്നവർ ഇരിക്കണം, ഇരിക്കാത്തവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന രീതിയിൽ ഒരു ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവരെല്ലാവരും ഇരുന്നേനെ. ഇത് പറ്റിയത് ഇതാണ്, കാരണഭൂതന് ക്ഷമയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് നേരം ഇരുന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായവും അനാരോഗ്യവും നമ്മൾ ഓർമ്മിക്കണം. പിന്നെ പൗരത്വ നിയമ ഭേദഗതിയോടുള്ള എതിർപ്പുകൊണ്ടും ഈ കൊല്ലത്തെങ്ങാനും പ്രേമേന്ദ്രൻ ജയിച്ചാലോ എന്ന ഭയം കൊണ്ടുമാണ് അദ്ദേഹം ഈ വയ്യാതിരിക്കുമ്പോഴും 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ പിന്നെ മറ്റ് മൗലവിമാരുടെയും മുസ്ലിയാക്കന്മാരുടെയും പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കും, അല്ലെങ്കിൽ സഖ്യകക്ഷി നേതാക്കൾ പൗരത്വ നിയമത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് താല്പര്യപ്പെടും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് പോയതിൽ ആർക്കും തെറ്റ് പറയാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പോയപ്പോൾ അദ്ദേഹത്തിന് പറയായിരുന്നു, നിങ്ങൾ ഈ
പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് കൃതജ്ഞതാ പ്രസംഗം കഴിഞ്ഞ് മൈക്ക് ഓപ്പറേറ്ററും പോയതിന് ശേഷമേ ഇവിടുന്ന് എഴുന്നേക്കാവൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ചടക്കമുള്ള അണികൾ താല്പര്യപൂർവ്വം കാത്തിരുന്നത്. അത് ചെയ്തില്ല. അങ്ങനെയാണ് ഇത് അബദ്ധത്തിൽ ചെന്ന് കലാശിച്ചത്. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് കൊല്ലത്തുള്ള എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ ലീഗുകാരും എല്ലാ RSPക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളില്ലാ കസേരകൾ, മുസ്ലിയാക്കന്മാരെയും മൗലവിമാരെയൊക്കെ പിണറായി വിജയനും സഖാക്കളും അവമാനിച്ചു, ആക്ഷേപിച്ചു എന്ന രീതിയിൽ. അപ്പോൾ ഇനി മേലോട്ട് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ മുസ്ലിയാക്കന്മാരോടും മൗലവിമാരോടുള്ള അഭ്യർത്ഥന, കാരണഭൂതനും മറ്റ് പല ഭൂതന്മാരും ഇതുപോലെ പല മീറ്റിങ്ങുകൾക്ക് നിങ്ങളെ വിളിക്കും. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടോ ഈ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടോ അല്ല. ഈ വിഷയത്തിലെന്നല്ല ഒരു വിഷയത്തിലും ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല, ഉണ്ടാകാനും പറ്റുകയില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ വേഷം കെട്ടിച്ച് വേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങളുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഇവരുടെ ഈ വലിയ പ്രസംഗം, വമ്പിച്ച പ്രസംഗം കേൾപ്പിക്കാം, നിങ്ങളെ ബോറടിപ്പിക്കാം, കേൾക്കുന്നവരെയും ബോറടിപ്പിക്കാം എന്നല്ലാതെ ഉണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വിഡ്ഢിവേഷം കെട്ടാനായിട്ട് ഏത് പാർട്ടിയുടെ ആണെങ്കിലും, CPMൻ്റെന്നല്ല, ഏത് പാർട്ടിയുടെ ആണെങ്കിലും മീറ്റിങ്ങുകൾക്ക് പോകാതിരിക്കുന്നതാണ് മതപണ്ഡിതന്മാർക്കും സമുദായ നേതാക്കന്മാർക്കും അതുപോലെ മതമേലധ്യക്ഷന്മാർക്കും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. വെറുതെ എന്തിനാണ് നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ എളിഭ്യരാകുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഈ നാട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിലയും വിലയൊക്കെ ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമുണ്ടോ? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നവോത്ഥാന കാലത്ത് ഏതാണ്ട് 5 കൊല്ലം മുമ്പ് നടന്ന ഇദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള വമ്പിച്ച പ്രസംഗങ്ങളാണ്. ഇപ്പോൾ തൃശ്ശൂർ തേക്കുംകാട് മൈതാനത്ത് കാരണഭൂതനും മറ്റ് പാർട്ടികളുടെയൊക്കെ പ്രമുഖ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഈ നവോത്ഥാന പ്രസംഗം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അദ്ദേഹം ഘോരമായിട്ട് പ്രസംഗിച്ചു. 1 മണിക്കൂർ പ്രസംഗിച്ചു. 1 മണിക്കൂർ കൊണ്ട് നവോത്ഥാനം, മുലമുറിച്ച നങ്ങേലി, ഇങ്ങനെയുള്ള കഥകളും കെട്ടുകഥകളും ഐതിഹ്യങ്ങളൊക്കെ പുള്ളി വിളമ്പി. അത് കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി പ്രസംഗം നിർത്തി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ സെക്കൻഡിൽ പാർട്ടിക്കാരായ എല്ലാ സിൽബന്തികളും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തേക്കുംകാട് മൈതാനം ശൂന്യമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കന്മാരും ബാക്കി നവോത്ഥാന നായകന്മാരൊക്കെ അങ്ങനെ മെഴുങ്ങസ്യ എന്ന് പറഞ്ഞ് വേദിയിലിരുന്ന് ഇരിപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരിൽ ചിലരൊക്കെ എന്നിട്ടും ഈ ആളില്ലാത്ത തേക്കില്ലാത്ത മൈതാനം എന്ന് പറഞ്ഞ പോലെ ആളില്ലാത്ത ആ മൈതാനത്തെ നോക്കി പ്രസംഗിച്ച് സ്വയം വിഡ്ഢികളായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചാണെങ്കിലും നവോത്ഥാനത്തെക്കുറിച്ചാണെങ്കിലും എന്ത് മാങ്ങാത്തുലിയെക്കുറിച്ചാണെങ്കിലും കാരണഭൂതൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാത്രം മതി, വേദിയിലും അദ്ദേഹം മാത്രം മതി. ഏതാണ്ട് ടൈം സ്ക്വയറിൽ ഇരുന്ന പോലെ ഒരു ഇരുമ്പ് കസേരയെ കൂടി ഇട്ട് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കുറേ ആൾക്കാർ വരും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ അവർ മൂട്ടിലെ പൊടി നട്ട് എഴുന്നേറ്റ് പോകും. അത്രേ വേണ്ടൂ. ബാക്കി ആളുകൾ അവിടെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് ഈ സഖാക്കളോട് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.